ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതാണെന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് റോസ്മേരി ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈൻ വാങ്ങിയിട്ടുള്ളതാണ്, മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. എല്ലാ ഓൺലൈൻ ആപ്സുകളിലും ഇത് കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എല്ലാത്തിലും അവൈലബിൾ ആണ്. അല്ലാതെ നമ്മൾ ടൗണിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളിലും കിട്ടുന്നതായിരിക്കും. എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വെറും ഇതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കാതെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് റോസ്മേരി ലീവ്സ് എടുത്തിട്ട് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും ഒരാഴ്ചത്തേക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഒരാഴ്ചയിൽ കൂടുതൽ നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ അതിലേക്ക് ഭൃംഗരാജ് എടുത്തിട്ടുണ്ട് ഒരു പിടി, പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഹെയറിന് ആവശ്യമായിട്ടുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലിത് നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആണോ എന്നറിയില്ല. എൻ്റെ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. കേശവർദ്ധിനി എന്നാണ് ഈ ഒരു ഇലയുടെ പേര്. ഇതിൻ്റെ വിത്തൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അല്ലാതെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തുളസിയിലയാണ്. ഇതൊക്കെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളാണ്. നിങ്ങളുടെ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് ഇതെടുക്കുക. അളവ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ കറിവേപ്പില വേണം, അതും ആവശ്യത്തിന് എടുക്കുക. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ഒരു ബോട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഒരാഴ്ചത്തേക്ക് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പാകത്തിനാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളം, ഗ്ലാസിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വലിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കും. അതിലേക്ക് ഈ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഈ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. കുറുക്കുക മീൻസ് 1.5 ഗ്ലാസ് വെള്ളം ഒരു 3/4 ഗ്ലാസ് ആകുന്നത് വരെ, ഒരു ഗ്ലാസ്സിൽ താഴെ ഒരു 3/4 ഗ്ലാസ് ആവുന്ന രീതിയിൽ ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. ഇതിൻ്റെ സത്തൊക്കെ അതിനകത്തേക്ക് വരണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ആറിയിട്ട് നന്നായിട്ട് അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ടെടുത്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളിത് ഉണ്ടാക്കുന്ന ദിവസം നമുക്കത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം, പുറത്ത് തന്നെ വെക്കാം. പക്ഷേ രാത്രി ആകുമ്പോൾ നിങ്ങളത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. എന്നിട്ട് ഒരാഴ്ചത്തോളം നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് സ്പ്രേ ചെയ്തിട്ട് ഹെയറിൽ സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതാ നല്ല റിസൾട്ട് കിട്ടും. ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്.